ഹായ് ഓ ഡാലിയ കളക്ഷൻസിന്റെ എല്ലാ കസ്റ്റമേഴ്സിനും വ്യൂവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ സപ്ലൈക്കോടെ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ക്രഷ് ഓർഗൻസ ഫാബ്രിക്കിൽ വൈറ്റ് ബേസ്ഡ് ആയിട്ട് വരുന്ന ചുരിദാർ മെറ്റീരിയൽസ് ആണ്. എല്ലാം നല്ല അടിപൊളി ബ്രാസോ ഷോളും ആയിട്ടാണ് കേട്ടോ വരുന്നത്. നമുക്ക് വേഗം കളക്ഷൻസ് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഗീവ് അവേ നടക്കുന്നുണ്ട്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, എന്നിട്ട് സ്ക്രീൻഷോട്ട് ആയിട്ടൊന്ന് അയച്ചു തരികയും ചെയ്യുക കേട്ടോ. എല്ലാ 15 ഡേയ്സിലും വിന്നേഴ്സിന് സെലക്ട് ചെയ്യുന്നതായിരിക്കും. 3 പേർക്ക് ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരിക്കും. നമുക്ക് കളക്ഷൻസ് കാണാം. നമ്മുടെ ഫസ്റ്റ് സെറ്റ് വരുന്ന ഇതാണ് കേട്ടോ. നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് വൈറ്റ് ബേസ്ഡ് ആയിട്ട് ഏതെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ അതിനെല്ലാം ഉപയോഗിക്കാം. അല്ലെങ്കിൽ തന്നെയും വൈറ്റ് ഇഷ്ടമുള്ള എല്ലാവരും, വൈറ്റ് കളർ ഇഷ്ടമുള്ളവരാണ് എല്ലാവരും. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത്. ക്രഷ് ഓർഗൻസ ഫാബ്രിക് ആണ് വരുന്നത്. നല്ലൊരു ഫിനിഷിങ്, നല്ലൊരു രസമുള്ള ഒരു മെറ്റീരിയലും കൂടെയാണ്. ഇപ്പോൾ ഭയങ്കര ട്രെൻഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മെറ്റീരിയൽ തന്നെയാണ് ക്രഷ് മെറ്റീരിയൽ. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് യോക്കിൽ ഇതുപോലെ ഒരു പിങ്കിന്റെയും ഒരു ഡാർക്ക് പിങ്കിന്റെയും ഒരു ലാവൻഡർ ഷെയ്ഡിന്റെയും ഗ്രീൻ കളറിന്റെയും സെൽഫായിട്ടുള്ള ഒരു വൈറ്റ് കളറിന്റെ എല്ലാം കോമ്പിനേഷനിൽ ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നു. സെൽഫായിട്ട് തന്നെ ഒരു ഔട്ട്ലൈൻ ഒക്കെയും ആ ഒരു സെന്ററിലെ പോർഷനെല്ലാം ആ ഒരു വൈറ്റ് കളറിൽ തന്നെയാണ് വരുന്നത്. നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്നത്, നല്ല ഫിനിഷിംഗിൽ ചെയ്തേക്കുന്ന ഒരു എംബ്രോയിഡറി വർക്കാണ് വരുന്നത് കേട്ടോ. ബാക്ക് സൈഡ് എല്ലാം പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ടോപ്പിന് നമുക്ക് ലെങ്ത് ഒരു 47-48 ലെങ്ത് വരുന്നുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ഷോള് ഭയങ്കര രസമുള്ള ഷോളാണ് കേട്ടോ. ഇതിനകത്തേക്ക് ബ്രാസോ ഷോളാണ് നമ്മൾ കുറേ നാളായിട്ട് ഇപ്പം കാണുന്നുണ്ട്. ബ്രാസോ ഷോളാണ് വൈറ്റ് കളർ ആ ഇതിലേക്ക് വന്നിട്ട് ബ്രാസോ ഷോൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അതിനകത്ത് വരുന്ന ആ ഒരു കോമ്പിനേഷൻ എല്ലാം ഷോളിലേക്കും കൊടുത്തിട്ടുണ്ട്. ഇതാ നല്ല ഭംഗിയുള്ള ഷോൾ. നമുക്കൊരു വേറൊരു ബ്ലാക്ക് സെറ്റിന്റെ പ്ലെയിൻ കുർത്തിയുടെ കൂടെ ഒക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷോളാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഷോള്. ഷോളിന്റെ മെറ്റീരിയൽ ജോർജറ്റ് തന്നെയാണ് വരുന്നത്. 2.25 മീറ്ററാണ് ഷോളിന്റെ ലെങ്ത് വരുന്നത്. ബോട്ടം ഞാൻ ഇതിനകത്ത് തന്നെ അറ്റാച്ച് ചെയ്തേക്കാം. വൈറ്റ് കളർ തന്നെയാണ് വരുന്നത്. സാൻറ്റൂണാണ് മെറ്റീരിയൽ വരുന്നത്. സെറ്റിന്റെ പ്രൈസ് വരുന്നത് 1469 ആണ്. നമുക്ക് ഇതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു പാറ്റേണിൽ കോമ്പിനേഷനിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഓരോന്നായിട്ട് നോക്കാം. നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. ഇതിനകത്ത് നല്ലൊരു കോഫി ബ്രൗണിന്റെയും ഗ്രീനിന്റെയും ഒരു പീക്കോ ഗ്രീൻ കളറിന്റെ എല്ലാം കോമ്പിനേഷൻ ആണ് വരുന്നത്. ഇതുപോലെ നല്ല ഹെവി ആയിട്ട് തന്നെ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം വൈറ്റ് കളറിൽ തന്നെ സാൻറ്റോൺ മെറ്റീരിയൽ ആണ് വരുന്നത്. ഷോള് വരുന്നത് ഇതുപോലെ ആ ഒരു യോക്കിൽ വരുന്ന ആ ഒരു വർക്കിന്റെ തന്നെ കോമ്പിനേഷൻ ആണ് ഷോളിലേക്കും കൊടുത്തേക്കുന്നത്. കണ്ടോ, അതിനകത്ത് ഗ്രീനൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ഇതുപോലെ നല്ല രസമുള്ള ഷോളാണ് കേട്ടോ. ഇങ്ങനെ വരുന്നത്. പ്രൈസ് സെയിം ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ഒരു യെല്ലോ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട്. കോഫി ബ്രൗൺ കളർ വരുന്നുണ്ട്. എല്ലാത്തിൻ്റെ കൂടെ കോമ്പിനേഷൻ വരുന്നത്. സെൽഫായിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് എല്ലാം നല്ല സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ കോമ്പിനേഷനുമാണ് വരുന്നത്. ബോട്ടം സാൻറ്റൂണാണ് വരുന്നു. വൈറ്റ് കളറിൽ തന്നെ ഷോൾ വരുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു യെല്ലോ കളർ അല്ലെങ്കിൽ ബോട്ടം ഒക്കെ ഉണ്ടെങ്കിൽ അത് പെയർ ചെയ്താലും ഒന്നുകൂടെ കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. കുറച്ചുകൂടെ ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. ഇതിനകത്ത് യെല്ലോ മാത്രമല്ല, ഇതിനകത്ത് ഗ്രീനോ യെല്ലോയോ കോഫി ബ്രൗണോ ഒക്കെ കോൺട്രാസ്റ്റ് ആയിട്ട് പെയർ ചെയ്താലും നന്നായിട്ടുണ്ടാവും. ഇതാണ് ഷോൾ വരുന്നത്. ഷോളിലേക്കും ആ ഒരു കളർ ഷെയ്ഡിൻ്റെ എല്ലാം കോമ്പിനേഷൻ ഷോളിലേക്കും വരുന്നുണ്ട്. നല്ല രസമായിട്ടുള്ള ഷോൾ ഇങ്ങനെ വരും. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് പിങ്കിന്റെ കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ഫസ്റ്റ് കണ്ട ആ ഒരു ഷെയ്ഡ് പിങ്ക് വരുന്നതിന്റെ കുറച്ചുകൂടെ ലൈറ്റർ ഷെയ്ഡാണെന്ന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കിയെല്ലാം സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇങ്ങനെ പക്ഷെ രണ്ടും കൂടെ വെച്ച് നോക്കുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് രണ്ടായിട്ട് കാണിച്ചത്. ബോട്ടം സെയിം വൈറ്റ് കളറിൽ തന്നെ വരുന്നു. ഇതിന്റെ കൂടെയൊക്കെ പിങ്ക് കളർ ബോട്ടം പെയർ ചെയ്താലും നല്ല ഭംഗിയായിട്ടുണ്ടാവും. ഷോള് വരുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് ഷോള് വരുന്നത്. നല്ല ഭംഗിയല്ലേ ഷോള് കാണാനായിട്ട്. പ്രൈസ് സെയിം ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നമുക്ക് ആ ഒരു പാറ്റേൺ, അത് എംബ്രോയിഡറി വർക്കിൽ വരുന്ന വ്യത്യാസമേ വരുന്നുള്ളൂ. ഇതിനകത്ത് നല്ല ഭംഗിയായിട്ടുള്ള ഫിനിഷിംഗിൽ ചെയ്തേക്കുന്നത് ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ആണ് വരുന്നത് കേട്ടോ. പിങ്കിന്റെയും പീച്ചിന്റെയും ഒരു ലാവണ്ടർ ഒരു ഗ്രീൻ കളർ എല്ലാം കൂടെ വന്നിട്ട് ഭയങ്കര രസമായിട്ട് ചെയ്തേക്കുന്ന ഒരു എംബ്രോയിഡറി വർക്ക്. ഇങ്ങനെയാണ് അതിന്റെ പാറ്റേൺ വരുന്നത്. ഷോൾഡറിലേക്ക് കയറിയ ഫ്ലവർ വരുന്നുണ്ട് കേട്ടോ. അതുണ്ടോ, കയറി വരുന്നുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം വരുന്നതും സാൻറ്റൂൺ ആണ് മെറ്റീരിയൽ വരുന്നത്. വൈറ്റ് കളറിലേക്ക് തന്നെ വരുന്നു. ഇഷ്ടമുള്ളവർക്കൊക്കെ പീച്ചോ പിങ്കോ ഒക്കെ പെയർ ചെയ്താലും നല്ല ഭംഗിയായിട്ടുണ്ടാവും. ഷോള് വരുന്നത് ഇങ്ങനെ ഇതുപോലെ. ഇതിന്റെ പ്രൈസ് സെയിം തന്നെയാണ് കേട്ടോ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ഇതുപോലെയാണ്. ഒരു ഗ്രീൻ്റെ തന്നെ ഒരു ഡാർക്ക് ലൈറ്റർ കോമ്പിനേഷനും ഒരു ഡാർക്ക് വൈൻ ഗ്രീൻ ഷെയ്ഡ് എല്ലാം വരുന്നുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം സെയിം ആയിട്ട് തന്നെ വരുന്നു. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം വരുന്നതും സെയിം ടോൺ സാൻറ്റോൺ മെറ്റീരിയലിലേക്കാണ് വരുന്നത്. ഇതുപോലെ
നല്ല രസമാണ് കാണാനായിട്ട്. ഷോൾ ആണെങ്കിലും ഫ്രണ്ടിലെ വർക്ക് ആണെങ്കിലും ഒക്കെ നല്ല എടുത്ത് കാണിക്കുന്നത്, നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻസ് എപ്പോഴും നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഷോള് വരുന്നത് ദാ ഇതുപോലെ ഇങ്ങനെ. അടുത്ത നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന നല്ലൊരു യെല്ലോയുടെ കളർ കോമ്പിനേഷൻ. യെല്ലോ മെയിനായിട്ട് യെല്ലോ ഷെയ്ഡാണ് വരുന്ന ആ ഒരു പൂക്കൾ വരുന്നത്. പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട്. ലീഫ് എല്ലാം ഗ്രീനിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വൈൻ ഷെയ്ഡ്, ഡാർക്ക് വൈൻ ഷെയ്ഡ് വരുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ. നമ്മൾ ആദ്യം കണ്ട ആ ഒരു സെയിം കളർ ചാർട്ട് തന്നെയാണ് റിപ്പീറ്റേഷൻ വരുന്നത്. ആ ഒരു കോമ്പിനേഷൻ, ആ ഒരു വർക്കിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. നല്ല ഭംഗിയായിട്ട് ഫിനിഷിങ്ങിൽ ചെയ്തിരിക്കുന്ന ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ആണ് വരുന്നത് കേട്ടോ. ലൈനിങ് അല്ല, ബോട്ടം വരുന്നത് സെയിം ടോൺ സാൻഡ് ടോൺ മെറ്റീരിയലിലേക്ക് വരുന്നു. ഷോള് വരുന്നത് ഇങ്ങനെ, ഇതാണ് ഷോള് വരുന്നത്. ഇതുപോലെ. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് പിങ്ക് ഷെയ്ഡിലേക്കാണ് കേട്ടോ. ഇതാണ് അതിന്റെ കോമ്പിനേഷൻ വരുന്നത്. ബാക്കി എല്ലാം സെയിം ആണ്. ബോട്ടം വൈറ്റ് കളറിലേക്ക് തന്നെ വരുന്നു. നല്ല രസമുള്ള നല്ല ഫിനിഷിങ്ങിൽ ചെയ്തേക്കുന്ന എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. ഷോൾ വരുന്നത് ബ്രാസോ ഷോളാണ്. ഇതുപോലെ ഒരു പിങ്കിന്റെയും ലാവണ്ടറിന്റെയും എല്ലാം കോമ്പിനേഷൻ ഷോളിലേക്കും വരുന്നുണ്ട്. നല്ല രസമായിട്ടുള്ള ബ്രാസോ ഷോള്, നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് വേറൊരു സെറ്റിന്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഷോള് തന്നെയാണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് സെയിം തന്നെയാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. നമ്മൾ ഇന്ന് കണ്ട ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐറ്റംസ് സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പിൽ നമുക്ക് ഓർഡർ ചെയ്യാം. പറ്റുന്നവർക്കൊക്കെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ ചെയ്യാം കേട്ടോ. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.